നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും EDയെയും ഒരുപോലെ പ്രഹരിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ സോളിസിറ്റർ ജനറലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഒരേ സ്വഭാവത്തോടെ പെരുമാറുന്നത് വിചിത്രമാണ് എന്ന സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ, അതും ചീഫ് ജസ്റ്റിസ് പ്രത്യേകം ചേംബറിൽ വിളിപ്പിച്ചു തന്നെ മുൻകാലങ്ങളിൽ അറ്റോർണി ജനറലിനെയും അതുപോലെ സോളിസിറ്റർ ജനറലിനെയും ഒക്കെ കൃത്യമായി വഴക്ക് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കൃത്യമായി നിയമപരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ നടപടികൾ യഥാസമയം യഥാവിധി നടപ്പാക്കാത്തതിൻ്റെ പേരിൽ തന്നെയാണ് ഇവർ ശകാരം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അപ്പോഴിതാ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെറ്റായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തമിഴ്നാട് സർക്കാരും അതുപോലെ തന്നെ ഇതര BJP മുഖ്യമന്ത്രിമാരുള്ള പല സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ശക്തമായി സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്ന ഹർജികളുടെ രൂപത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി EDയെ നിലയ്ക്ക് നിർത്തുക എന്നതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നത് ഒന്നിൻ്റെയും അവസാന വാക്കല്ല എന്ന് സുപ്രീം കോടതി എടുത്തു പറഞ്ഞത് അവരുടെ അധികാര പരിമിതിയെ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് ഇങ്ങനെ കർശനമായി തന്നെ EDയെ പറയേണ്ടി വരുന്നത്? CBIയും EDയും കസ്റ്റംസും NIAയും ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴുത്തിലടച്ച തത്തകളെ പോലെ, അഥവാ കേന്ദ്ര സർക്കാരിന് യഥേഷ്ടം അമ്മാനമാണ് അവർക്ക് വേണ്ട വിധത്തിൽ ശത്രുക്കൾക്ക് നേരെ പീരങ്കികൾ പോലെ ഉപയോഗിക്കാൻ കൃത്യമായി എങ്ങനെ സാധിക്കുന്നു? അവിടെ വ്യക്തിത്വവും അതുപോലെ വിവേകബുദ്ധിയും എന്നേക്കുമായി നഷ്ടപ്പെട്ട മരവാഴകളാണോ ഇരിക്കുന്നതെന്ന് സുപ്രീം കോടതി എടുത്തു ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം. നേരത്തെ BR ഗവായി ചോദിച്ചു, അതുപോലെ തന്നെ സഞ്ജീവ് ഖന്ന ചോദിച്ചു, ഇപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിക്കുന്നു. ചീഫ് ജസ്റ്റിസുമാർ കൃത്യമായി മാറി മാറി വരുമ്പോൾ BJP ഓരോ തവണയും പ്രതീക്ഷ വെച്ച് പുലർത്തും. ഈ ചീഫ് ജസ്റ്റിസിനെ മര്യാദ പഠിപ്പിക്കാം, നിലയ്ക്ക് നിർത്താം. BJP നേരത്തെ ജഗദീപ് ധൻഖറിനെ മര്യാദ പഠിപ്പിച്ചതുപോലെ ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്തും അതേ ശൈലി പ്രയോഗിക്കാം എന്നൊരു ശ്രമം നടത്തി നോക്കി. അമിത്ഷായ്ക്കും കിരൺ റിജുവിനും ഒക്കെ താളം തെറ്റിയിരിക്കുന്നു, അടി തെറ്റിയിരിക്കുന്നു എന്ന് അക്ഷരം തെറ്റാതെ തന്നെ പറയാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഒക്കെയുള്ള ലോക്സഭയിലും രാജ്യസഭയിലും നിങ്ങൾ പ്രതിപക്ഷത്തെ അടക്കിയിരുത്തുന്നത് പോലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും കോടതിയുടെ ചേംബറിനെയും ഒന്നും അടക്കിയിരുത്തണ്ട. മര്യാദയ്ക്ക് നിങ്ങൾ കേന്ദ്രം ഭരിച്ചോ, ഇങ്ങോട്ട് ഭരിക്കാൻ വരണ്ട, പരമാധികാരം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാമെന്ന താക്കീത് സത്യത്തിൽ പട്ടം മടക്കിയിരിക്കുകയാണ് അമിത്ഷായും കൂട്ടരും.